സർ, അഡ്വക്കേറ്റ് ജയശങ്കർ രാഷ്ട്രീയ നിരീക്ഷകനാണ്, സാമൂഹിക നിരീക്ഷകനാണ്, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്. അദ്ദേഹത്തിനെതിരെ കേരള പോലീസ് കേസെടുത്തിരിക്കുന്നു. അതും SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വസ്തുത എന്താണ്? ABC മലയാളത്തിൽ നമ്മുടെ ABC മലയാളത്തിൽ വന്ന ഒരു ചർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടാണ് കേസ്. നമ്മുടെ മേയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ അതിനകത്ത് MLAയോട് തർക്കിച്ചായിരുന്നെങ്കിൽ വേറെ വിധത്തിൽ ഈ കേസ് പോകുമായിരുന്നല്ലോ എന്നുള്ളൊരു വാചകമാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാണ് MLA കേസ് കൊടുത്തിരിക്കുന്നതാണ് അറിയാൻ സാധിക്കുക. അപ്പോൾ അത് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്തരത്തിൽ ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ പോലും കേസ് കൊടുക്കാമെന്നുള്ള ധാരണ സമൂഹത്തിനുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലൊന്നും പറ്റത്തില്ല. പട്ടികജാതി പട്ടികവർഗം എന്ന് പറഞ്ഞാൽ ഒരു ജാതിയൊന്നുമല്ല, അതൊരു ഭരണഘടനാപരമായ ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പം പട്ടികജാതി പട്ടികവർഗ ആക്ട് അല്ലെങ്കിൽ ആക്ട് എന്ന് എഴുതി വെക്കുമ്പോൾ എഴുതി വെക്കുന്ന അല്ലെങ്കിൽ എഴുതി വെക്കുന്ന ആൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അത്തരത്തിൽ ഒരു നിയമമുണ്ട്, ആ നിയമം അങ്ങനെ എഴുതിയല്ലേ മതിയാവും. പിന്നെ മാത്രമല്ല, ഒരാളെ നമ്മൾ സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ജാതിയൊന്നുമല്ല, അതൊരു പട്ടികയാണ്, ഭരണഘടനാപരമായിട്ടുള്ള പട്ടിക ഷെഡ്യൂൾ ചെയ്തിരിക്കും. അപ്പം അത് മറിച്ച് ഈ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്ന ഒരാളുടെ പ്രത്യേകിച്ച് അദ്ദേഹത്തെ ജാതി ചേർത്ത് വിളിച്ചാൽ അത് കേസാവും. അപ്പം ആ കേസ് അന്വേഷിക്കേണ്ടത് DYSP റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കേണ്ടത്. അത് കൃത്യമായിട്ട് അന്വേഷിക്കണം. അപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ നിയമം ഇപ്പം ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. ഈ നിയമം മാത്രമല്ല, അതെ, സ്ത്രീത്വത്തെ അവമാനിക്കൽ എന്ന വകുപ്പെടുത്ത് വ്യാപകമായി ഉപയോഗിക്കുകയാണ് പോലീസ്. അപ്പോൾ ഇത് അപ്പുറം ഇപ്പുറം വീട്ടുകാർ തമ്മിൽ അയൽപക്കത്തിലുള്ളവർ തമ്മിൽ വഴക്കുണ്ടായാൽ പോലും ഇത് കേസെടുക്കുക. അപ്പോൾ ഈ കേസ് സാധാരണ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് ആർക്ക് വേണ്ടി, ആരെ സംരക്ഷിക്കാൻ വേണ്ടി, ആരെ സമൂഹത്തിൽ മോശമാക്കാതിരിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പക്ഷെ അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. അവരെ എപ്പോഴും ആ പീഡനവും അല്ലെങ്കിൽ ആ വിളിയും ഒക്കെ കേട്ടിട്ട് അനങ്ങാതങ്ങ് പോകുന്ന അവസ്ഥയാണ്. ഇതിനകത്ത് ഈ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട അതിനകത്ത് കുറച്ച് മുന്തിയ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പദവിയിലിരിക്കുന്നവർ ഇത് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് കോടതിക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് അത്തരത്തിൽ ഒരാൾ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുകയും ആ കേസിന് FIR ഇടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ FIR ഇട്ട് കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്ന വകുപ്പല്ല. കാരണം ഇതിൻ്റെ ഒരു നിയമം അങ്ങനെയാണ്. കാരണം നിയമം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കുറ്റമാണ്. അതുകൊണ്ട് ആ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ചെയ്തിട്ട് കോടതിയിൽ നിന്ന് ജാമ്യം എടുത്ത് വെളിയിൽ വരാം, ഹൈക്കോടതി മുൻകൂർ ജാമ്യം എടുക്കും. അല്ല, ജാമ്യം എടുത്ത് വെളിയിൽ വരാമെന്നുള്ള തോന്നൽ പോലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ഈ കേസ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇത് പോലീസ് പഠിക്കണമെന്നും അത് ആ ആരോപണം ശരിയാണോ എന്ന് വളരെ വിശദമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് DSP റാങ്ക് തൊട്ട് മേപ്പോട്ടുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കണമെന്ന്, ശരിയാണോ എന്നൊക്കെ പഠിച്ചതിന് ശേഷം കേസെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ശരിയായ പഠനം, നിരീക്ഷണം ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ടോ. പക്ഷേ ഇപ്പോൾ പോലീസ് പോലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുപോലെ തന്നെ ശ്യാം പറഞ്ഞ പോലെ സ്ത്രീ പീഡന കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളെ അവരുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ആ കേസുകൾക്കകത്ത് അല്ലെങ്കിൽ പീഡന കേസുകൾക്കകത്ത് വളരെ വ്യത്യാസം വരുത്തിക്കൊണ്ടുവന്നത്. പക്ഷേ അത് വളരെ കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്യുകയാണ്. എനിക്ക് അറിയാവുന്ന ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരു 71 വയസ്സുള്ള ഒരു പ്രായമായ മനുഷ്യൻ. അപ്പം അയൽവക്കക്കാരും ഒരു ബന്ധുക്കളാണ്. ഈ വസ്തുവിൻ്റെ തർക്കമുണ്ട്. ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ പൊതുസമ്മതനാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളാണ്. കാരണം എല്ലാ പാർട്ടിക്കാർക്കും പൊതുവെ പൊതുജനത്തിന് മൊത്തവും താല്പര്യമുള്ള ആൾ. അപ്പം ഈ ബന്ധുക്കൾ തന്നെ തർക്കം വന്നു. ഒരു 2 വയസ്സുള്ള കുഞ്ഞിൻ്റെ പേരിൽ അപ്പുറത്ത് കുഞ്ഞിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുക. കേസ് കൊടുക്കുമ്പം ഈ കേസ് വ്യാജമാണെന്ന് കേസെടുത്ത പോലീസുകാരനറിയാം. പക്ഷേ കുഞ്ഞിൻ്റെ മൊഴിയല്ല. കുഞ്ഞിന് മൊഴി കൊടുക്കാൻ എത്ര വയസ്സ് വരെ മൊഴി വാല്യുബിൾ ഇതല്ലേ, അതെ, അതിന് വിലയില്ല. അപ്പം തള്ളയാണ് മൊഴി കൊടുക്കുന്നത്. തള്ള മൊഴി കൊടുക്കുന്നതനുസരിച്ച് ആ മനുഷ്യൻ അകത്ത് പോവുകയാണ്. 90 ദിവസം കഴിഞ്ഞാണല്ലേ ഇനി ജാമ്യം കിട്ടത്തുള്ളൂ. 90 ദിവസം കഴിഞ്ഞാണ് ഈ പോസ്കോ. അതുപോലെ തന്നെ ഈ വകുപ്പിനകത്ത് ജാമ്യം ഇല്ല. പട്ടികജാതി പട്ടികവർഗ കേസെടുത്ത ജാമ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അടൂരെ നമ്മുടെ ഒരാളെ പീഡിപ്പിച്ചല്ലോ, നമ്മുടെ ആംബുലൻസിൽ വെച്ച്. ആ ഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു നമ്മുടെ കോവിഡ് സമയത്ത്. അവൻ ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. കാരണം അതിന്റെ രൂപം തൃശ്ശൂരാണ് ഇതിന്റെ കോടതി. ആ കോടതിയിലാണ് ഇത് അകത്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കോടതിയിൽ വിവരിച്ച് വരുന്നിടം വരെ ഇളകത്ത് കിടക്കണം. ശരിയാണെങ്കിൽ വീണ്ടും ശിക്ഷ അനുഭവിക്കണം. പിന്നെ ശിക്ഷയ്ക്കകത്ത് കിടന്നത് അത്രയും കുറവ് വരും. അപ്പോൾ അത്രയ്ക്ക് ഈ കഠിനമായിട്ടുള്ള നിയമമാണ്. ആ നിയമം സാധാരണക്കാരനും അല്ല പീഡനം അനുഭവിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ്.
പക്ഷേ ഈ നിയമങ്ങളൊക്കെ ഇപ്പൊ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സ്ത്രീപീഡന കേസുകൾ, സ്ത്രീകൾ കൊടുക്കുന്ന കേസിനകത്ത് കോടതി ഒരു നിരീക്ഷണവും അല്ലെങ്കിൽ ചില ജാമ്യങ്ങളും ഒക്കെ കൊടുക്കുന്നത്. വ്യാപകമായി കേസ് കൊടുക്കുകയാണ്. ഞങ്ങളേതാ അപമാനിക്കാന്നും പറഞ്ഞ് വ്യാപകമായി ഇവിടെ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു മേയർ പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈബർ സെല്ലിന് പരാതി കൊണ്ട് കൊടുക്കുകയാണ്. അത് ഞാനീ പറഞ്ഞ സ്ത്രീപീഡന കേസുകൾ ഇപ്പൊ കോടതിയിൽ ഇടപെട്ടു തുടങ്ങി എന്ന് പറഞ്ഞാൽ സ്ത്രീപീഡനം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കേസുകൾ ഈ പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്ന് അപ്പം പരിശോധിക്കുകയാണ്. അപ്പം ഇത് പറയുമ്പം നമ്മുടെ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു ടോക്ക് ഷോയ്ക്കകത്ത് തന്നെ TG ഒരു കഥ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഒരു സ്ത്രീ പീഡനത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് ഒരു മനുഷ്യനെതിരെ. അപ്പോൾ പീഡനത്തിന് കേസ് കൊടുത്തിട്ട് കോടതി പലവട്ടം വിളിച്ചണക്കുകയും അന്വേഷണം ഒന്നും ആവുന്നില്ല, പ്രതിയെ പിടിക്കുന്നില്ല. ഇവർ വീണ്ടും ആ അവധിക്ക് വന്ന് പരാതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോടതി ആപ്പാടെ വയലൻ്റായി. ബോംബെയിലാണ് സംഭവം. കമ്മീഷനെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. ബോംബെയിലെ സിറ്റിയെ പറ്റിയൊക്കെ അറിയാമല്ലോ. നമ്മുടെ ഇവിടെ ആണെങ്കിൽ പോലും പോലീസിന് നിൽക്കാൻ സമയമില്ല. അപ്പോൾ അത്രയും തിരക്കുള്ള അദ്ദേഹം ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് ചാടി ഓടി വന്നു. അപ്പോഴത്തേന് കോടതി ഇദ്ദേഹത്തെ എടുത്തിട്ട് വളരെ മോശമായിട്ട്, നിങ്ങളെന്താണ് കാണിക്കുന്നത്, നിങ്ങൾ പോലീസിൻ്റെ ജോലിയല്ലേ, നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളില്ല, ഞാൻ വിളിച്ചിട്ട് കോടതി വിളിച്ചിട്ട് ഇപ്പോഴാണെന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ പ്രതിയെ കൊണ്ട് വരുന്നതിന് വേണ്ടിയാണ് താമസിച്ചത്. അപ്പോൾ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്രതിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. പ്രതിയെ പിടിച്ചുകൊണ്ട് വന്ന് പ്രൊഡ്യൂസ് ചെയ്തപ്പം ഈ പ്രതിയുടെ ഒരു കൈയും കാലും തളർന്നതാണ്. മനസ്സിലാക്കണം, ഇത് തളർന്നതാണ്. ഇത് ഒരു 5 or 6 കൊല്ലം ഈ മനുഷ്യൻ തളർന്നിരിക്കുകയാണ്. അപ്പം ഈ പോലീസ് കമ്മീഷണർ കോടതി എടുത്ത് പറയുകയാണ്, ഈ കേസ് ഞാൻ അന്വേഷിച്ചതാണ് സാർ. ഈ കേസ് ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് വളരെ നേരത്തെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇത്ര കൊല്ലം കൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നുകയും ഞാൻ പിന്നെ എങ്ങനെ ഈ കേസ് എടുക്കും. അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുവരാൻ തന്നെ ഞാനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ട് ഒരു ഉടുപ്പും പാൻറ്റും ഇടിക്കാൻ പെട്ട പാട് ഞങ്ങൾക്കറിയാം. അപ്പോൾ കൊണ്ടുവന്ന് ഇവിടുന്ന് കോടതിക്ക് ഇത് ബോധ്യപ്പെട്ടു. കാരണം ഇത് ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ അടിക്കാൻ വേണ്ടി അവരെ കണ്ടതിൽ ഒരു നല്ല ഈ ഗുസ്തിത്താരം പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ, 5 അടി ഹൈറ്റും. അവസാനം കോടതി പറഞ്ഞ് ഇവരുടെ പേര് കേസെടുക്കാൻ പറഞ്ഞു. അപ്പോഴത്തേന് വീഴ്ചയിലായി. അവസാനം പിന്നെ എല്ലാം കൂടെ ഇടപെട്ട് സ്ത്രീ അല്ലേ എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. ഇങ്ങനെയാണ് കേസുകൾ ദുരുപയോഗം. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി പ്രഗ്നൻ്റായി, ഗർഭിണിയായി. കുട്ടി പറഞ്ഞു, ഒരു യുവാവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹമാണ് എന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പീഡിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിടിച്ചകത്തിട്ടു. ഏതാണ്ട് 90 ദിവസം ഈ 90 ദിവസം കഴിഞ്ഞാലേ 90 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം ജയിലിൽ കിടന്നു. ഈ പയ്യനാണ്, യുവാവാണ്. അദ്ദേഹം പുറത്ത് ജാമ്യം കിട്ടി ഇറങ്ങിയപ്പോൾ പുള്ളി DNA ടെസ്റ്റ് നടത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോയി. ഈ പെൺകുട്ടിയുടെ കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞു പോയി. ടെസ്റ്റ് നടത്തി. കുട്ടിയുടെ അച്ഛൻ ഈ യുവാവല്ല. ഇദ്ദേഹം ഇത്രയും കാലം അതിനകത്ത് അകത്ത് കിടന്നു. സമൂഹത്തിന്റെ മുന്നിൽ നാണക്കേടായി. അതിനകത്ത് വേറെ കാര്യമുണ്ട്. സമൂഹത്തിന് മുന്നിൽ നാണക്കേടെന്ന് പറഞ്ഞാൽ ഇവൻ അകത്ത് കിടന്ന കാലത്ത് സമൂഹം അവനെ ദുഷിക്കുന്നത് പോലെ തിരിച്ചു പറയാൻ സമൂഹം തയ്യാറാവത്തുമില്ല. മറ്റേതൊരു സുഖമാണല്ലോ. അവനാണ്ട് ഒരു പെണ്ണെ പീഡിപ്പിച്ചു, ഗർഭിണിയാക്കി, അവന് പാകത്ത് കിടക്കൂ, തിരിച്ച് അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞിറങ്ങി വരുമ്പോൾ തിരിച്ചു പറയാൻ ഈ സമൂഹം തയ്യാറാവത്തില്ല. അവനെ പോലീസ് നന്നായിട്ട് ഇടിച്ചു. ജയിലിൽ കൊണ്ടുപോയി. ജയിലിൽ നിന്ന് ഇടിച്ചു. ജയിലിലെ പ്രതികൾ ഇടിക്കും. കാരണം ജയിലിലെ ഒരു സ്ഥിതിവിശേഷം ശ്യാമൻ തിരക്കി അറിയാം. സ്ത്രീ പീഡനം എന്ന് പറഞ്ഞ് ചെല്ലുന്ന പ്രതികളെ പോലീസ് ഇടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ, അല്ലെങ്കിൽ ജയിലർമാർ ഇടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അവർക്ക് ഈ നമ്മളീ പറയും മോട്ടിച്ചിട്ടും കൊലപാതകമൊക്കെ ആയിട്ട് കിടക്കും. ഇവർക്ക് ഭയങ്കര ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നതിനൊക്കെ സമൂഹത്തിൽ ചെയ്യാൻ പാടില്ല. അതിനകത്ത് ഒരു സ്ത്രീ കൊടുക്കുന്ന ഒരു പരിഗണന അത്തരത്തിൽ വലുതാണ്. അവരിടിച്ചിരിക്കും. സ്ത്രീ പീഡനമായിട്ട് ചെന്നിരിക്കുന്നതിനെ ഇടിച്ചിരിക്കും. അപ്പൊ അവരറിയുന്നില്ലല്ലോ ഇവൻ സ്ത്രീ പീഡനം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. നിരപരാധി, അവരുടെ മുമ്പിലും അവരാധി, അവനെ ഇടിക്കും അവര് പോലീസ് എത്ര ജയിലർമാർ നോക്കിയാൽ അവരങ്ങോട്ട് മാറുന്ന ഓരോരുത്തരുമാരെല്ലാം കൂടി ഇതിനകത്തറിയാണ് ഇതിന്റെ സെറ്റപ്പ്, ഒരു ഗുണ്ടാ സെറ്റപ്പും സ്ഥിരം കിടക്കുന്ന ക്രിമിനൽസും ഒക്കെ ഉണ്ട്. അവരുടെ കയ്യിലായി അതൊക്കെ ഉണ്ട്. അവരൊക്കെ ഇല്ല. അപ്പൊ അവര് പരസ്പരം കണ്ണടച്ചൊക്കെ പോകാനോ. കാരണം അപ്പം അങ്ങനെയൊക്കെ സംഭവം. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് ജയശേഖർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ ഒരു പ്രാവശ്യം ഈ രാഷ്ട്രീയത്തെ പറ്റി ഭയങ്കര ഈ നമ്മളീ പറഞ്ഞ എല്ലാ നിയോജക മണ്ഡലത്തിലും, ലോക്സഭ മണ്ഡലത്തിലും, നിയമസഭാ മണ്ഡലത്തിലും നമ്മൾ പറയത്തില്ല, നമ്മുടെ ബൂത്തിലെ വോട്ടിന്റെ കണക്ക് പറഞ്ഞോളാം. ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ എബി സ്റ്റാൻഡ് വരുന്നതിനൊക്കെ മുമ്പ് നേരത്തെ ഇദ്ദേഹത്തിന്റെ ഒരു കണക്ക്, ഒരു കണക്ക് നമ്മുടെ ഒരു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കണക്ക് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തുള്ള ഒരു ബൂത്തില് കോൺഗ്രസിന് ഇത്രോട്ട്, CPM ഇത്രോട്ട്, അവിടെ അതൊരു വല്ലാത്ത കഴിവല്ലേ അത്. പുള്ളി എവിടെ കിടക്കുന്നു? അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരു മനുഷ്യൻ, സമൂഹത്തിലെ മോശമായ കാര്യങ്ങൾ ആരെയും ഭയക്കാതെ പറയുന്ന ഒരു മനുഷ്യൻ, ഇത്തരത്തിലുള്ള മനുഷ്യന്റെ പുറകിലെ ശത്രുവാണ് അദ്ദേഹം. പുള്ളിക്ക് പ്രത്യേകിച്ച് ശത്രു എന്തോന്നും എനിക്കറിയില്ല. പക്ഷെ കാര്യങ്ങൾ, നിജസ്ഥിതികൾ പറയുന്നു, സമൂഹത്തോട് പറയുന്നു. അദ്ദേഹം പറയുന്നത് ശരിയാണെന്നും അത് സമൂഹത്തിന് കേൾക്കാൻ താല്പര്യമുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇത്തരത്തിലൊക്കെ നീങ്ങുന്നത്
അതെ, ഇപ്പോൾ കോടതി അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ഈ കേസിന്റെ വഴിക്ക് പോട്ടെ, അതിന്റെ മറ്റിലേക്കൊന്നും നമ്മൾ ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള നിയമങ്ങൾ ആവശ്യമില്ലാതെ ദുരുപയോഗം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ദുരുപയോഗം ചെയ്യാതെ അത് ആവശ്യമുള്ളവർ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കോടതിയെയും കേസിനെയും ഒക്കെ ആൾക്കാർ വിശ്വസിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അത് ഉത്തരവാദിത്തപ്പെട്ട് ഇരിക്കുന്നവർ തയ്യാറാകണം എന്നാണ് സമൂഹം കൂടി ഇത് തിരിച്ചറിയാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഇരുന്ന് ഒരു കഥ പറഞ്ഞു. ഒരു വാഴക്കയിൽ ഈ ഒരു കുട്ടി മരിച്ചു, ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടി മരിച്ചു. കേസൊന്നും ആവുന്നില്ല. ആ പാവങ്ങൾ ഹൈക്കോടതിയിൽ കയറിയിരിക്കുകയാണ്. ആ വാർത്ത കണ്ടത് എത്ര പേരാണെന്നറിയാം? 5000 സംതിങ് പേരെ ആ വാർത്ത കണ്ടുള്ളൂ. കാണാൻ താല്പര്യമില്ല. ഈ സമൂഹമാണ് തിരിച്ച് ദേ ഇവിടെ മറ്റേ ഇത് അപമാനിക്കുന്നതെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഇത്തരക്കാരുടെ കൂടെ, അതായത് ഇത്തിരി മുകളിൽ എത്തിയവരുടെ കൂടെ നിൽക്കാൻ പോകുന്നത് ഈ MLA പോലെയുള്ള മുകളിൽ ഒന്നും എന്താണ് സംഭവിക്കുന്നത് ഒന്നും സമൂഹത്തിന് അറിയേണ്ട കാര്യമില്ല. എന്തെങ്കിലും കാര്യമൊക്കെ ഏറ്റെടുത്ത് അതിന്റെ നെസറി ചെയ്യാതെ മുന്നോട്ട് പോകുന്നു. അപ്പം ഇപ്പൊ നമ്മൾ ഈ പറയേണ്ടത് ഈ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഒക്കെ കോടതികളെയും നിയമങ്ങളെയും ഒക്കെ ദുരുപയോഗം ചെയ്യാതെ ഇവിടുത്തെ സാധാരണക്കാരന് മാതൃകയായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കും.